മായ്ക്കല്ലേ 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 മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ് സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കടി പിടിക്കുന്നോടാ. അതിങ്ങാടാ ഇങ്ങ് തോടാ തരാൻ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ ബാഡി സാർ. ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം. എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട. യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. ഇല്ല. ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 3 വോട്ട് കിട്ടും. വേറെ ആരി? ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്. എടാ, അതിനുവേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട. അമ്പാടി നിന്നോളൂ. അതെ, പിന്നെന്താ അവൻ നിന്നാ? എന്താ ഇവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് ചർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പം സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിന് ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നും കേട്ടത്. ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാർ ഇന്നലെ കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ്ങ ശ്രീകുട്ട ഒപ്പിട. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു അവനെ കാണാതായി സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവനെ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ട ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓടുകയാണ് സുഹൃത്തുക്കളെ. അത് കാരണം എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ 2-3 ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു.
സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പൊ ഫോട്ടോ എടുക്കണ ലൈവ് ലൈവാ എന്തിനു അല്ല എൻ്റെ മോൻ അന്ന് കാണാതായ. അയ്യോ പിന്നെ കാണാതായ അല്ല അത് നിൽക്കണ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ജാംബവാന്റെ അല്ല വിഷ്ണുവിന്റെ മിസ്സിംഗ് കേസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം. ഇതൊരു അച്ഛൻ്റെ എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മോനാണ് ഈ നിൽക്കണത്, വിഷ്ണു. മനസ്സിലായോ? ശരിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പറ്റിയ അബദ്ധം എന്റേതാണ്. ജാംബവാനെ അല്ല കാണാതെ പോയത്, ഞാനാണ് ജാംബവാനെ കാണാതെ പോയത്. ജാംബവാനല്ല സാറേ, വിഷ്ണു വിഷ്ണു വിഷ്ണു. ശരി. ഓ മതി 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 കട്ടി മതി മതി മതിയുടെ കട്ടി വാ മതിയുടെ. ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടോടാ? നമുക്ക് നോക്കണ്ണ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും 19 പേര് കണ്ടു. നീ ഇപ്പം കേറ്റണം നോക്കിയാണ്. വാടാ അണ്ണാ, ഈ ദേശത്തിൽ അവനൊന്നും ചെയ്യില്ല. ആ സാറുമാരെന്തത്ര നേരത്തെ മിന്നുസും പൊന്നുസൊന്നുമില്ല. ദിവസം വന്നോളൂ ഓസിന് കൂച്ചാൻ. ചുമ്മാ പറഞ്ഞാണ്, മിന്നുസൊക്കെ തരാം. ഓ വേണ്ട. എടാ നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ. പിന്നെ എന്തെത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നുമല്ല. പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടെ. എന്തിന്? എന്തോ അമ്പാടി കിട്ടുന്ന പണിയാൻ. സീരിയസ് ആയിട്ടാണ്? ഉം. എടാ നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തനെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം. പിന്നെ മേസ്തരിയല്ലേ പണിയാൻ. ഗുഡ് മോർണിംഗ് രമ്യ. ഗുഡ് മോർണിംഗ് രമ്യ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. ആരോന്നിന്റെ പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെ? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ് കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്?